FCRA ചട്ട ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തം. ബില്ല് മൌലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് ഓർത്തഡോക്സ് സഭ. ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ള ബില്ല് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യം ഉന്നയിച്ച് KC വേണുഗോപാൽ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ചട്ടഭേദഗതി എതിർക്കുമെന്നും നിയമനിർമ്മാണം ആദ്യം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ മതമേലാധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുമെന്നായിരുന്നു BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ ചർച്ച നടത്താതെ ചട്ടഭേദഗതി വന്നതാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭ അതിശക്തമായ രംഗത്തെത്തി. FCRAയുടെ പുതിയ ചട്ടങ്ങൾ വീണ്ടും പുതുക്കി കഴുത്തിന് കത്തിവെക്കുന്ന രീതിയിലുള്ളതായ രീതി എന്തിനാണ് ഇങ്ങനെ കൂച്ചുവലം കിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ള ബില്ല് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. സംഘപരിവാർ രാജ്യത്തുടനീളം നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമാണോ ചട്ടഭേദഗതിയെന്ന് സംശയിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ചട്ടഭേദഗതിയെ ശക്തമായി എതിർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം നടന്നത്. അതിനുശേഷം BJP ഗവൺമെൻറ് നിയമഭേദഗതി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചട്ടഭേദഗതി കൊണ്ട് ഇപ്പോഴും കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശം. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്ന് ജോസ് കെ മാണി MP കുറ്റപ്പെടുത്തി. ആയുധമില്ലാതെ നിയമം കൊണ്ടുവന്ന് ആ നിയമം ഒരു ആയുധമാക്കി മാറ്റൂ, ഞാൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതാണ് FCRന്റെ ഈ ഭേദഗതിയിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ക്രൈസ്തവ സഭകൾ ഒന്നിച്ചുള്ള പോരാട്ടത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം നടത്തുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.